എല്ലാവർക്കും നമസ്കാരം. എന്നോടൊപ്പം ഇവിടെയുള്ള പ്രൊഫസർ കേശവൻ വെളുത്താട്ടിനെ കേരളത്തിലോ ഇന്ത്യയിലോ ചരിത്രവുമായി താല്പര്യമുള്ള അല്ലെങ്കിൽ ചരിത്രം എന്ന മേഖലയിൽ താല്പര്യമുള്ള ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ ചരിത്രകാരന്മാരിൽ ഒരാളാണ്. അന്തർദേശീയ പ്രസിദ്ധി നേടിയിട്ടുള്ള ചരിത്രകാരന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സംഭാവനകളെക്കുറിച്ച് നേരത്തെ ഇവിടെ അനൗൺസ് ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സമീപന രീതിയെക്കുറിച്ച് തീർച്ചയായിട്ടും പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഒന്ന്, ഈ ചരിത്രബോധത്തോടെ സാഹിത്യം വായിക്കുക, സാഹിത്യബോധത്തോടെ ചരിത്രം വായിക്കുക. അപ്പോൾ ഇങ്ങനെയൊരു പദ്ധതി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയണ്ടേ, അദ്ദേഹം ഈ ചരിത്രത്തെ എങ്ങനെയാണ് കാണുന്നത്, സാഹിത്യത്തെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള നല്ല ഒരു തുടങ്ങാൻ പറ്റിയ ഒരു സ്ഥലമായിട്ട് തോന്നി. അത് മാഷ് അതൊന്ന് വിശദീകരിക്കാമോ? ഈ ചരിത്രബോധത്തോടെ സാഹിത്യം വായിക്കുന്നത് നമുക്ക് കുറച്ചുകൂടെ പരിചയമുള്ള കാര്യമാണ്. പക്ഷേ സാഹിത്യബോധത്തോടെ ചരിത്രം വായിക്കുക എന്നുള്ള ഒരു സംഗതി ഒന്നുകൂടി വിശദീകരിച്ച് നന്നായിരുന്നു തോന്നി. അത് എൻ്റെ ആത്മകഥയുടെ ഒരു ഭാഗത്തുനിന്ന് തുടങ്ങേണ്ടി വരും. ഞാൻ തവനൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചിട്ടുള്ളത്. അവിടെ എന്നെ ചരിത്രം പഠിപ്പിച്ചിട്ടുള്ള ഒരു അധ്യാപകൻ എം ഗംഗാധരനായിരുന്നു. അദ്ദേഹം നിർബന്ധമായിട്ട് പറയാറുള്ള ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഫ്രഞ്ച് റവല്യൂഷൻ മനസ്സിലാവണോ? ഫ്രഞ്ച് റവല്യൂഷനെ പറ്റിയിട്ട് ആയിരക്കണക്കിന് ഹിസ്റ്ററി പുസ്തകങ്ങളുണ്ട്. പക്ഷേ അന്നത്തെ ടെയിൽ ഓഫ് ടു സിറ്റീസ് വായിക്കൂ. അതേപോലെ റഷ്യൻ യുദ്ധം മനസ്സിലാവണമെങ്കിൽ ടോൾസ്റ്റോയുടെ നോവൽ വായിക്കൂ. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വായിക്കണമെങ്കിൽ ഡേവിഡ് കോപ്പർഫീൽഡ് വായിക്കൂ. ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ പറ്റിയിട്ട് നൂറ്റുകണക്കിന് പുസ്തകമുണ്ട്. അതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് ചരിത്രം അറിയാൻ പറ്റും. ചരിത്രം അനുഭവിക്കണമെങ്കിൽ ഇതൊക്കെ വായിക്കണം. അപ്പോൾ സാഹിത്യത്തിൻ്റെ ഭാവുകത്വത്തോട് കൂടിയിട്ട് മനസ്സിലാക്കിയാൽ ചരിത്രം കൂടുതൽ മനസ്സിലാവും. അതേപോലെ തന്നെ സാഹിത്യം ആസ്വദിക്കാൻ ചരിത്രത്തെ പറ്റിയിട്ടുള്ള ബോധവും വേണം. വാസ്തവത്തിൽ ഗംഗാധരൻ മാഷ് ഇങ്ങനെ പഠിപ്പിച്ച് തന്നത് വെച്ചിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. ഗംഗാധരൻ മാഷ് പഠിപ്പിച്ചിട്ടുള്ള വേറെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അവരിത് ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ അതെനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് തുടക്കം കിട്ടുന്നത് മാഷയുടെ കയ്യിൽ നിന്നാണ്. പിന്നീട് വാസ്തവത്തിൽ ഞാനത് കഴിഞ്ഞിട്ട് മലയാളം എം എക്ക് ചേരാൻ വേണ്ടിയിട്ട് കോഴിക്കോട് യൂണിവേഴ്സിറ്റി പോയപ്പോൾ അവിടുന്ന് താഴട്ട് ശങ്കരനും ഗംഗാധരൻ മാഷും കൂടിയിട്ട് അക്ഷരാർത്ഥത്തിൽ എന്നെ ഹൈജാക്ക് ചെയ്ത് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുവയ്ക്കുകയാണ് ചെയ്തത്. അവരുടെ വാദം വളരെ വ്യക്തമായിരുന്നു. താഴട്ട് മാഷ പ്രത്യേകിച്ച് പറഞ്ഞ്, നിനക്ക് സാഹിത്യത്തിൽ താല്പര്യമുണ്ട്, അത് കളയും, നീ പോയിട്ട് എം എ എടുത്തിട്ട് അത് വേണ്ട, നീ പോയിട്ട് ചരിത്രം പഠിക്കുക എന്ന് പറഞ്ഞിട്ട് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ടുവയ്ക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് വാസ്തവത്തിൽ ഈ ചരിത്രവും സാഹിത്യവും കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ കുട്ടിക്കാലത്ത് കുറച്ച് സംസ്കൃതമൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് റിട്ടയർ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം സാഹിത്യത്തിലേക്ക് തിരിച്ചു പോകാൻ അവരുള്ള ഒരു എക്യുപ്മെൻറ്റ് എന്നുള്ള നിലയ്ക്ക് ഇതുണ്ടായി. അങ്ങനെയൊക്കെ കൂടി വന്നു വിട്ടതാണ്. അത്രയേ ഉള്ളൂ. അങ്ങയുടെ സാഹിത്യത്തോടുള്ള ഈ താല്പര്യം പ്രധാനമായിട്ട് അത് അത്ഭുതകരമായിട്ടുള്ള 2 വർക്കുകൾ ചെയ്യുന്നതിലേക്കാണ് നയിച്ചത് എന്ന് തോന്നുന്നു. ഒന്ന്, ഭാരവിയുടെ കിരാതാർജുനീയം എന്ന പ്രസിദ്ധമായ മഹാകാവ്യം. അത് പ്രൊഫസർ കേശവൻ വെളുത്താട്ട് മലയാളത്തിൽ അന്വയവും വ്യാഖ്യാനവുമായി അദ്ദേഹം മലയാളത്തിൽ അത് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ സംസ്കൃത കൃതികളിൽ തന്നെ വളരെ ഗഹനം എന്ന് പറയാറുള്ള, മഹാകാവ്യങ്ങളിൽ തന്നെ വളരെ ഗഹനമാണ് എന്ന് പറയാറുള്ള മാഘം അല്ലെങ്കിൽ ശിശുപാലവധം, അതും ഇതേപോലെ തന്നെ അദ്ദേഹം അന്വയവും വ്യാഖ്യാനവും ആയിട്ട് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ 2 പ്രധാനപ്പെട്ട സംസ്കൃത മഹാകാവ്യങ്ങൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുകയുണ്ടായി. കൂടാതെ മഹിഷശതകം എന്ന ഒരു ഹ്രസ്വകാവ്യം, അല്ലെങ്കിൽ 100 ശ്ലോകങ്ങളുള്ള ആ കാവ്യം, അതിൻ്റെ സവിശേഷമായ ചരിത്രപരമായ പ്രസക്തിയെ മുൻനിർത്തി അതും അദ്ദേഹം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയുണ്ടായി. അപ്പം ഇങ്ങനെ കാവ്യങ്ങൾ നിരന്തരം വിവർത്തനം ചെയ്യുന്നതിലും ആസ്വദിക്കുന്നതിലും കൂടി ശ്രദ്ധിക്കുന്ന ഒരു ചരിത്രകാരനാണ് എന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം.
ഈ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്തെ ചരിത്രകൃതികൾ വായിക്കുമ്പോൾ തന്നെ, പ്രത്യേകിച്ച് ബ്രാഹ്മൺ സെറ്റിൽമെൻറ്റ്സ് ഇൻ കേരള എന്ന് പറയുന്ന കൃതി, അതിൽ തന്നെ ഈ സംഘ കാലഘട്ടത്തിൽ, അത് അങ്ങനെ പറയുന്നത് അത്ര ശരിയായുള്ള കാര്യമല്ല, പഴന്തമിഴ് കാലഘട്ടത്തിൽ, പഴയ തമിഴകത്തിൻ്റെ കാലഘട്ടത്തിൽ ഉള്ള ജനജീവിതത്തെക്കുറിച്ച്, അതിൽ തന്നെ ഈ അന്തണരുടെ ഒരു സാന്നിധ്യത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട പല റെഫറൻസുകൾ പ്രത്യേകിച്ച് അകനാനൂറിലുള്ള ചില പാട്ടുകളിൽ നിന്ന് അദ്ദേഹം കണ്ടെടുക്കുകയുണ്ടായി. അപ്പം എനിക്കത് വളരെ ഒരു കാലത്തത് ഒരു ചില സംഗതികൾ എഴുതുന്ന സമയത്ത് അത് വലിയ സഹായമായിട്ട് മാറിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ അത്തരത്തിലുള്ള കണ്ടെത്തലുകൾ. അത് തൽക്കാലം ആ ഒരു ഏരിയയെക്കുറിച്ച് ഞാൻ അധികം ചോദിക്കുന്നില്ല. പക്ഷേ നമുക്ക് ഒരു ഇന്ത്യ ചരിത്രത്തിൻ്റെ ഒരു ആദിമഘട്ടം മുതൽ ഇങ്ങോട്ട് പരിശോധിക്കുമ്പോൾ തന്നെ ഈ കാവ്യങ്ങളിലൂടെ, പ്രത്യേകിച്ച് നമുക്കിപ്പോൾ ഇപ്പോൾ പൂർവ്വവേദകാല സംസ്കൃതി എന്ന് പറയണമെങ്കിൽ ലിറ്റററി സോഴ്സസ് അല്ലാതെ മറ്റ് തെളിവുകൾ അധികം ഇല്ല എന്നാണ് തോന്നുന്നത്. ഉത്തരവേദ കാലഘട്ടത്തെക്കുറിച്ചുള്ള തെളിവുകൾ പ്രൊഫസർ കേശവൻ വെളുത്താട്ടിൻ്റെ തന്നെ മാഷയുടെ തന്നെ പുസ്തകത്തിൽ വളരെ വിശദമായിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്നലെ അതിനെക്കുറിച്ച് വിശദമായിട്ടൊരു ചർച്ച നടന്നിട്ടുണ്ടാവും തോന്നുന്നു. ഞാൻ ഒരു സംശയം ചോദിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് ഈ പൂർവ്വവേദ കാലഘട്ടത്തിൽ നിന്ന് ഉത്തരവേദ കാലഘട്ടത്തിലേക്കുള്ള ഒരു സാമൂഹിക പരിണാമത്തെ അങ്ങ് ലേഖനത്തിൽ, വൈദിക സംസ്കാരത്തെക്കുറിച്ചുള്ള ലേഖനത്തിൽ വളരെ വിശദമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു സംശയം വന്നെന്താ വെച്ചാൽ, ഇത് നമുക്ക് ഈ ഇന്ത്യൻ സമൂഹത്തിൽ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി ഇന്ത്യൻ ദർശനങ്ങളും കൂടിയാണെന്ന് തോന്നുന്നു. കാവ്യങ്ങൾ പോലെ തന്നെ, കാവ്യങ്ങളെക്കാൾ ഒരു പക്ഷേ കൂടുതൽ ഇടപെടുന്നത് ഇന്ത്യൻ സമൂഹത്തിൽ അതിൻ്റെ ഒരു സാമൂഹിക ഘടനയെ തന്നെ നിർണ്ണയിക്കുന്ന കാര്യത്തിൽ പലപ്പോഴും കൂടുതൽ ഇടപെട്ടിട്ടുള്ളത് ഇന്ത്യൻ ദർശനങ്ങൾ, പ്രത്യേകിച്ച് മീമാംസ, വേദാന്തം തുടങ്ങിയിട്ടുള്ള ദർശനങ്ങളാണെന്ന് തോന്നാറുണ്ട്. അപ്പോൾ ഈ സാമൂഹിക പരിണാമ പ്രക്രിയയെ നമുക്ക് ഈ ദർശനങ്ങളുടെ ഒരു പരിണാമവുമായിട്ട് ചേർത്ത് വയ്ക്കാനുള്ള സാധ്യതയുണ്ടോ? ഞാൻ ചില ഉദാഹരണങ്ങൾ കൂടി പറയാം. അല്ല, അങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് വേദ സംഹിതകൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഈ സാധാരണ പോലെ തോന്നിക്കുന്ന ചില സ്തുതികളും അങ്ങനെയൊക്കെയുള്ള ചില സംഗതികളും, പിന്നീട് ഈ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചുള്ള ചില ഐതിഹ്യങ്ങളും അല്ലെങ്കിൽ പല മിത്തുകളും, ഒന്നിലേറെ മിത്തുകൾ, അങ്ങനെയൊക്കെയുള്ള ഒരു ശിഥിലമായ കുറെ കൂടി ഒരു അയഞ്ഞ ഒരു ഘടനയാണ് നമുക്ക് ഈ ഫിലോസഫിയുടെ കാര്യത്തിലും തോന്നുക. പക്ഷേ പിന്നീട് മീമാംസ എന്നും വേദാന്തം എന്നുള്ള രീതിയിലുള്ള വളരെ ദൃഢമായ പ്രധാന ഒരു ജ്ഞാന പദ്ധതിയെ തന്നെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള, അല്ലെങ്കിൽ വ്യത്യസ്ത ജ്ഞാന പദ്ധതികളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വലിയ ദർശനങ്ങളായിട്ടത് വികസിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അപ്പോൾ ഈ സാമൂഹിക പരിണാമത്തെയും ഈ ദാർശനിക പരിണാമത്തെയും ചേർത്ത് വെച്ച് എങ്ങനെ കാണാൻ പറ്റുമെന്നുള്ള ഒരു സംശയം തോന്നി. അതൊന്ന് വിശദീകരിക്കാൻ. വാസ്തവത്തിൽ ഇത് രണ്ടും വേറെ കള്ളി തിരിച്ച് നിർത്തേണ്ട ഒരു സാധനമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇതൊക്കെ ഒപ്പം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഒരു ഭാഗത്ത് സാമൂഹ്യ പരിണാമം വന്നു, എന്നാൽ ഇനി കുറച്ച് ദാർശനികം നോക്കിക്കളയാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വരണതല്ല. ഒന്നിൻ്റെ കൂടെ തന്നെ അതിൻ്റെ അഭേദ്യമായ ഭാഗമായിട്ട് ഉണ്ടാവണ തരത്തിലുള്ള വികാസ പരിണാമങ്ങളായിട്ട് ഇതിനെ കാണണം. ഇപ്പോൾ ഉത്തരവൈദിക കാലത്തെ പറഞ്ഞു, ഇപ്പോൾ പൂർവ്വവൈദിക കാലത്ത് അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന പ്രദേശങ്ങളിലുള്ള ജനങ്ങൾ കിഴക്കോട്ട് നീങ്ങുകയും ഗംഗാ യമുന തടത്തിലേക്ക് നീങ്ങുകയും ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട മാറ്റം ഭൂമിശാസ്ത്രപരമായിട്ട്, മാപ്പിൽ മാത്രമല്ല, ഇവിടെ മഴ കൂടും, ഇവിടെ ഫലപുഷ്ടി കൂടും. അപ്പോൾ ഇവിടെ കാടുകൾ വളരെ ധാരാളമുണ്ട്. ഈ കാട് വെട്ടിത്തെളിക്കാൻ പഴയ കന്മഴു പോരാ. അപ്പോൾ അതോട് കൂടിയിട്ട് ഈ 1100 കൂടിയിട്ട് ഇരുമ്പ് കണ്ടുപിടിച്ച് ഇരുമ്പുകൊണ്ടുള്ള മഴവും ഇരുമ്പ് തലപ്പത്ത് ഘടിപ്പിച്ചിട്ടുള്ള തരം കലപ്പയും വെച്ച് കൃഷി ചെയ്യാൻ തുടങ്ങിയതോട് കൂടിയിട്ട് കൃഷി ചെയ്യുന്ന ഭൂമിയുടെ വിസ്തൃതി കൂടി, ഈ ഭൂമിയിൽ തന്നെ കൂടുതൽ ഫലപുഷ്ടി ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ ഒരു തരത്തിലുള്ള സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള വിപ്ലവം തന്നെ അവിടെ നടക്കുകയാണ്. വിപ്ലവം നടക്കുമ്പോൾ സമൂഹത്തിൽ ഈ ഉച്ചാവചങ്ങൾ, മേലുകീഴുകൾ ധാരാളമായിട്ട് വരികയും അതിന് തരത്തിലുള്ള ഒരു ഫിലോസഫി, പഴയ ഫിലോസഫി ഇറലവൻ്റായി, വേദങ്ങളിലെ, പ്രത്യേകിച്ച് വേദങ്ങളിലെ കർമ്മകാണ്ഡങ്ങളും ഒക്കെ ആയിട്ട് പറയണ തരത്തിലുള്ള തത്വസംഹിത അപ്രസക്തമായി വരുമ്പോഴാണ് പുതിയ ചിന്തകൾ വരുന്നത്. അത് ഇപ്പോൾ ബൃഹദാരണ്യകോപനിഷത്തിലായാലും ബുദ്ധൻ്റെ, രണ്ടും ഏതാണ്ട് ഒരേ കാലത്ത് ഉണ്ടാവുന്നതാണ്. ബുദ്ധൻ്റെയോ അല്ലെങ്കിൽ ജൈനന്മാരുടെയോ ഒക്കെയുള്ള ചിന്തകളും
ഒക്കെ ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്ത് വന്നിട്ട് ഒരു തരത്തിൽ ഈ വൈദിക അനുഷ്ഠാനങ്ങളുടെ അടിത്തറയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഇത് വന്നപ്പോഴാണ് മീമാംസക്കാരെ ഇടപെടുന്നത് എന്നാണ്. മീമാംസയെ പറ്റിയിട്ട് മനോജിൻ്റെ മുമ്പിൽ വർത്തമാനം പറയാൻ എനിക്കൊരു ധൈര്യമില്ല. എന്നാലും ഞാൻ പറയട്ടെ, ഈ മീമാംസക്കാർ ചെയ്യണത് ഇതിനെ ഒക്കെ കൂടി ഒന്നിച്ചൊരൊറ്റ വാങ്മയം ആക്കി തീർത്ത ഒരു കോർപ്പസ് ഓഫ് ലിറ്ററേച്ചർ. മറ്റത് വേദിക് കോർപ്പസ് എന്നുള്ളൊരു സങ്കല്പം അതിൻ്റെ മുമ്പേ ഉണ്ടായിരുന്നില്ല. പക്ഷേ മീമാംസക്കാർ വേദം എന്നുള്ളതിന് എന്താണ് മന്ത്രബ്രാഹ്മണയോർ വേദനാമധേയ എന്ന് ഡിഫൈൻ ചെയ്യണതോടു കൂടിയിട്ട് മന്ത്രങ്ങൾ 4 സംഹിതകളും ആരണ്യകങ്ങളും ബ്രാഹ്മണങ്ങളും ഉപനിഷത്തുക്കളും ഒക്കെ കൂടിയിട്ടുള്ളൊരു സിംഗിൾ കോർപ്പസായിട്ട് ഈ വേദത്തിനെ റെഡ്യൂസ് ചെയ്തു. അധപ്പതിപ്പിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ റെഡ്യൂസ് ചെയ്തതോട് കൂടിയിട്ടാണ് ഇതിങ്ങനെ വരുന്നത്. അപ്പോൾ ഈ എന്താ പറയുക, മീമാംസകന്മാരുടെ നിക്ഷിപ്ത താല്പര്യം എന്ന് പറയട്ടെ, അതും കൂടി അതിൻ്റെ പിന്നിലുണ്ട്. അതേ സമയത്ത് തന്നെ മീമാംസയിൽ പൂർവമീമാംസയും ഉത്തരമീമാംസയും കർമ്മകാണ്ഡങ്ങളെ പറ്റിയിട്ടുള്ള ഒരു വളരെ വിശദമായ ചർച്ച ഒരു ഭാഗത്ത്, അതിൻ്റെ അർത്ഥങ്ങളും അതിൻ്റെ താല്പര്യങ്ങളും മറ്റൊരു ഭാഗത്ത് എന്നുള്ള തരത്തിൽ മീമാംസ ഉയരുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി ഒന്നിച്ച് പോണ തരത്തിലാണ് നമ്മൾ കാണേണ്ടത്. മറ്റത് കുറേ സാമൂഹിക പരിഷ്കാരമൊക്കെ ആയില്ലേ, ഇനി അതവിടെ നിൽക്കട്ടെ, ഇനി നമുക്ക് കുറച്ച് ദാർശനിക പരിഷ്കാരം എടുത്തു തുടങ്ങാം എന്ന് വിചാരിച്ചിട്ടുള്ള മാതിരി വരില്ല. സാധാരണ ഞാൻ അങ്ങനെ ചോദിക്കാൻ കാര്യം, സാധാരണ ഇപ്പോൾ ഏത് നാട്ടിലെയും ഫിലോസഫിയിൽ അല്ലെങ്കിൽ ഫിലോസഫി അല്ലെങ്കിൽ ലിറ്ററേച്ചറായാലും ഈ സാഹിത്യകൃതികളെ ഇത്രത്തോളം ഈ മഹത്വവൽക്കരിച്ച്, പ്രത്യേകിച്ച് ഇപ്പോൾ വേദങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ചോദ്യം ചെയ്യാൻ പാടില്ലാത്ത സ്വതപ്രാമാണ്യം എന്ന് പറയാവുന്ന തരത്തിലുള്ളൊരവസ്ഥ അതിന് കൽപ്പിക്കുന്നു, അത്രയേറെ ദിവ്യത്വം കൽപ്പിക്കുന്നു. അതിൽ പറയുന്നത് പ്രമാണമാണ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സിദ്ധാന്തം തന്നെ വരുന്നു. ഈ രീതിയിൽ ഇങ്ങനെ ഒരു മഹത്വവൽക്കരണം ഏത് സാമൂഹ്യ സാഹചര്യത്തിലാണ് സംഭവിച്ചത്? അതെ, അതാ പറയണത്. അത് ഈ വേദിക് റിച്വലിസത്തിന് ത്രെട്ട് ഒരു തരം പേടിയോട് കൂടിയിട്ട് വരണ സമയത്താണ് മീമാംസകന്മാർ വേദം എന്ന് പറയുന്നത് ഇൻവയലബിളായിട്ടുള്ളൊരു സാധനമാണ്. 2 തരത്തിലുള്ള ഫിലോസഫിയെ സാധ്യമാവുള്ളൂ. ഒന്നുകിൽ വേദത്തിനെ അംഗീകരിക്കുന്നത്, അല്ലെങ്കിൽ വേദത്തിനെ തള്ളിക്കളയണത്. വേദത്തിനെ തള്ളിക്കളയുന്നത് മുഴുവനും ശ്രമണന്മാരുടെയും മറ്റവരുടെയാണ് അൺആക്സെപ്റ്റബിളാണ്. വേദത്തിനെ ആക്സെപ്റ്റ് ചെയ്യണത്, വേദത്തിനെ മുഴുവൻ ക്വസ്റ്റ്യൻ ചെയ്യണതാണ്. ഇപ്പോൾ ബൃഹദാരണ്യകോപനിഷത്തിലും ഛാന്തോഗ്യോപനിഷത്തിലും ഒക്കെ വേദത്തിനെ ധാരാളം ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതൊക്കെ വേദപ്രാമാണ്യം അംഗീകരിച്ചുകൊണ്ടാണ് എന്ന് വരുത്തി തീർത്തിട്ട് ഇതൊക്കെ വേദത്തിൻ്റെ ഭാഗ്യമൊക്കെയാണ്. അതൊരു വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. മാഷ് നിരവധി മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളെന്നുള്ളതിലേക്ക്, പ്രത്യേകിച്ച് ഈ ചരിത്രവുമായി ബന്ധപ്പെട്ട്, അതായത് ഇന്ത്യ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്, ദക്ഷിണേന്ത്യൻ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്, കേരള ചരിത്രവുമായിട്ട് സവിശേഷമായി അദ്ദേഹത്തിൻ്റെ അന്വേഷണങ്ങൾ ഉണ്ട്. കേരള ചരിത്രത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ള സംഗതികൾ. അപ്പോൾ അങ്ങനെ പല മേഖലകൾ സംസാരിക്കേണ്ടതുള്ളത് കൊണ്ട് തൽക്കാലം വേറൊരു അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് ഈ സംസ്കൃതം തന്നെ നമ്മുടെ ഒരു പൊതുധാരണ എന്താ വെച്ചാൽ, ഇപ്പോൾ വൈദിക സംസ്കൃതമുണ്ട്, പിന്നീട് ലൗകിക സംസ്കൃതം ഉണ്ടാകുന്നു. ഈ സംസ്കൃതം ആ ഒരു ബ്രാഹ്മണികമായിട്ടുള്ള ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. അത് പിന്നീട് ഒരു പാൻ ഇന്ത്യൻ ട്രഡീഷനായിട്ട് ഒരു ഇന്ത്യയിൽ എല്ലായിടത്തും വ്യാപിക്കുന്ന, മറ്റ് പല പ്രാദേശിക ഭാഷകളിൽ ഇടപെടുന്ന തരത്തിൽ വ്യാപിക്കുന്ന ഒരു 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 അധികാര ഭാഷയായിട്ട് അത് വരുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരു സങ്കല്പം, ഒരു പൊതുവായിട്ടുള്ളൊരു ബോധമുണ്ട്. അപ്പോൾ മാഷിൻ്റെ പുസ്തകം വായിച്ചപ്പോഴേക്കും ഇതിൽ ഈ വൈദിക സംസ്കൃതത്തിൽ നിന്ന് ഈ ലൗകിക സംസ്കൃതത്തിലേക്കുള്ള ഒരു മാറ്റം, അല്ലെങ്കിൽ അതിന് കിട്ടുന്നൊരു പ്രാധാന്യം, അത് ആദ്യം തുടങ്ങുന്ന ഇൻഡോ ചൈനീസ് ബന്ധത്തിലൂടെയും ഇൻഡോ ഗ്രീക്ക് ബന്ധത്തിലൂടെ, അങ്ങനെ വർണ്ണബാഹ്യരായിട്ടുള്ള ഒരു സമൂഹം ലൗകിക സംസ്കൃതത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുകയും അതിന് കൂടുതലൊരു അടിത്തറ ഉണ്ടാക്കുകയും ചെയ്യുന്നത് പോലെ, അങ്ങനെ ഒരു ആ രീതിയിലുള്ളൊരു ഒരു വാദമായിട്ടാണ് ഞാനത് മനസ്സിലാക്കിയത്. അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ആശയം മാഷ് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വിശദീകരിച്ചൊന്ന്. അത് വാസ്തവത്തിൽ ഇത് ഷെൽഡൻ ബോളക്കിൻ്റെ ഒരു ആശയമാണ്. പക്ഷേ ഞാനത് കുറച്ച് വിസ്തരിച്ചിട്ടുണ്ട് ഇതിലെന്ന് മാത്രം. നമ്മുടെ ഇതെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യ ചരിത്രത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ
ഇൻസ്ക്രിപ്ഷൻസ്, ശിലാ താമ്ര ശാസനങ്ങൾ ഏതാണ്ട് മൗര്യന്മാരുടെ കാലത്ത്, അശോകൻ്റെ കാലത്തോട് കൂടിയിട്ടാണ് തുടങ്ങുന്നത്. അശോകൻ്റെ ശിലാശാസനങ്ങൾ ഇതൊക്കെ പ്രാകൃതത്തിലാണ്. മറ്റേ ലൂയി റെനോ ഒക്കെ പറഞ്ഞിട്ടുള്ള ഫ്രഞ്ച് പണ്ഡിതന്മാർ ഇതൊരു ഗ്രാൻഡ് ലിംഗ്വിസ്റ്റിക് പാരഡോക്സ് ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്. സംസ്കൃതം പോലെ ഇത്രയും കൾട്ടിവേറ്റഡ് ആയിട്ടുള്ളൊരു ഭാഷ ഉള്ളിടത്ത് ഈ പ്രാകൃതത്തിൽ വേണോ ഇവർക്ക് ഈ ഇൻസ്ക്രിപ്ഷൻസ് എഴുതി വെക്കാൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അശോകൻ ബുദ്ധമതത്തിൻ്റെ ആളാണ്. ബുദ്ധമതം നാട്ടുഭാഷയിൽ വേണം എന്ന് പറയുന്നത് കൊണ്ട് അശോകനും അതിലെഴുതി എന്ന് പറയുന്നുണ്ട്. വാസ്തവത്തിൽ അത് മുഴുവനും ശരിയല്ല. കാരണം അങ്ങേയറ്റത്തെ ബ്രാഹ്മണന്മാരെ സഹായിക്കുന്ന, യാഗങ്ങളെ സഹായിക്കുന്ന, അഗ്നിഷ്ടോമവും വാജപേയവും യാഗം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന തരത്തിലുള്ള പല്ലവന്മാരോ അതിൻ്റെ മുമ്പുള്ള ശാതവാഹനന്മാരോ അവരൊക്കെ പ്രാകൃതത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പം ഒരു പോളൊക്കെ പറയണത് എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു തരം ഡിവിഷൻ ഓഫ് ലേബർ സീക്രഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിന്, റിച്വൽ പേർപ്പസസിന്, സീക്രഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിന് സംസ്കൃതവും, പ്രൊഫൈനായിട്ടുള്ള കാര്യങ്ങൾക്ക് അപ്പോൾ ഭരണഭാഷ, അതേപോലെ ഈ നാട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അതിനൊക്കെ പ്രാകൃതവും അത്തരത്തിലുള്ള ഒരു ഡിവിഷൻ ഓഫ് ലേബർ ഇതിൽ ഉണ്ടായി വന്നു എന്നുള്ളത്. അതിന്ന് മാറ്റം വരണത് ഏതാണ്ട് 2-ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് ഇപ്പോൾ കുഷാനന്മാരുടെ കാലത്ത് ജീവിച്ചിരുന്ന അശ്വഘോഷൻ്റെ ബുദ്ധചരിതവും സൗന്ദര്യനന്ദുമാണ് സംസ്കൃതത്തിലെ ആദ്യത്തെ മഹാകാവ്യങ്ങൾ. അതേപോലെ തന്നെ അവരുടെ സമകാലികനായിരുന്ന ശക രാജാവായിരുന്ന രുദ്രദാമാവിൻ്റെ ജുനഗഡ് ശാസനാണ് സംസ്കൃതത്തിലുള്ള വലിയ പ്രശസ്തി. ഇത് രണ്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പക്ഷേ അടുപ്പിച്ച് നോക്കിയാൽ കാണാം, ഒന്ന് ഇൻഡോ ഗ്രീക്കാണ്, ശകന്മാർ ഇൻഡോ ഗ്രീക്കാണ്, കുഷാനന്മാർ ഇൻഡോ ചൈനീസാണ്. അപ്പോൾ ഈ വേദത്തിനോ വേദത്തിൻ്റെ ഭാഷയോ പറ്റിയിട്ട് വല്ലാതെ ഒന്നും ബഹുമാനം ഇല്ലാത്ത കൂട്ടർ, എന്നാൽ 1000 ആണ്ടോളം പഴക്കമുള്ള ഇത്രയും സോഷ്യൽ ക്യാപിറ്റൽ കയ്യിലുള്ള ഒരു ഭാഷ ഉപയോഗിച്ച് ഇഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ രുദ്രദാമാവിൻ്റെയും അശ്വഘോഷൻ്റെയും അത് തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇയാൾ വളരെ ഭംഗിയുള്ളൊരു വാചകം പറയുന്നുണ്ട്. ഈ ദേവഭാഷ മനുഷ്യന്മാരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നതിൻ്റെ, സംസ്കൃതം ദേവഭാഷയാണല്ലോ, ദേവഭാഷ മനുഷ്യന്മാരുടെ ഇടയിൽ ഇറങ്ങി വന്നതിന് ശേഷം പിന്നെ ഇവിടെ നടന്നത് അത്ഭുതങ്ങളാണ്. അപ്പം അതിൽ ഈ ഒരു 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 സംശയം കൂടി ചോദിക്കാനുണ്ട്. അതായത് ഈ പ്രാകൃതത്തിൻ്റെ, പ്രത്യേകിച്ച് പ്രാകൃതങ്ങളുടെ വലിയൊരു പ്രാധാന്യം ഉണ്ടായിരുന്നു ഒരു കാലത്ത്. പ്രാകൃതങ്ങൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ബൃഹത് കഥ പോലെ ഒരു അത്രയും വിപുലമായ ഒരു ഗ്രന്ഥം പ്രാകൃതത്തിലുണ്ടാകുന്നു. നമുക്കിപ്പോൾ ഛന്ദോശാസ്ത്രത്തിലാണെങ്കിൽ പോലും പ്രാകൃത പൈങ്കിളം പോലെയുള്ള കാവ്യങ്ങൾ, ഇങ്ങനെ പ്രാചീനമായിട്ടുള്ള പ്രാകൃത കാവ്യങ്ങളൊരു വലിയ ഒരു സമൃദ്ധി ഉണ്ടായിരുന്നില്ല. അത് എങ്ങനെയാണ് ആ ഒരു സംഗതി ഈ പറഞ്ഞ ഈ ഒരു തരത്തിൽ പറഞ്ഞ വർണ്ണബാഹ്യ സമൂഹങ്ങൾ പ്രാകൃതത്തെയാണ് വേണമെങ്കിൽ ഏറ്റെടുക്കാവുന്നത്. പക്ഷേ പ്രാകൃതം അപജയപ്പെടുകയും സംസ്കൃതം ഒരു ഡോമിനേറ്റിംഗ് ലാംഗ്വേജ് ആയിട്ട് മാറുകയും ചെയ്യുന്നതിൻ്റെ ഒരു രണ്ട് തരത്തിൽ കാണാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്ന്, ഇപ്പോൾ ഈ ബൃഹത് കഥ മാത്രമൊന്നുമല്ല, ഒരു പക്ഷേ ഇന്ത്യയിലുണ്ടായ ഏറ്റവും മനോഹരമായ കവിത ഏതാണെന്ന് ചോദിച്ചാൽ പ്രാകൃതത്തിലുള്ള ഗാഥാസപ്തസഹിയാണെന്ന് ഞാൻ പറയും. ഈ പാരമ്പര്യത്തിന് ഉള്ള ഒരു ഇടർച്ച തട്ടുന്നത് ഈ 2-ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് ഈ ഇൻഡോ ഗ്രീക്കും ഇൻഡോ ചൈനീസും ആയിട്ടുള്ള രാജാക്കന്മാർ സംസ്കൃതത്തിനെ പേട്രണൈസ് ചെയ്യുകയും സംസ്കൃത കവികൾ ഇവരുടെ രാഷ്ട്രീയത്തെ ലെജിറ്റിമൈസ് ചെയ്യുകയും ചെയ്തിട്ട് പിന്നെ പ്രശസ്തികളുടെയും മഹാകാവ്യങ്ങളുടെയും, അതായത് കോട്ട് പോയട്രിയുടെയും ഒരു കുത്തൊഴുക്കാണ്. പേട്രണേജ് എന്നുള്ളത് ഏത് തരത്തിലുള്ള സാഹിത്യ പ്രസ്ഥാനങ്ങൾക്കും വളരെ പ്രധാനമാണ്. പ്രാകൃതത്തിൻ്റെ പേട്രണേജ് കുറഞ്ഞു, സംസ്കൃതത്തിന് കിട്ടുന്ന പേട്രണേജ് കൂടി. അപ്പോൾ പ്രാകൃതത്തിൽ എഴുതാന്ന് വെച്ചാൽ 2-ാം തരമാണ്, സംസ്കൃതത്തിൽ എഴുതാന്ന് വെച്ചാൽ അതല്ല, ഒരു നല്ല യോഗ്യതയുള്ള സാധനമാണ് എന്നുള്ള തരത്തിലുള്ള ഒരു ധാരണ വന്നു.
ഏതാണ്ട് ഒരു 4ാം നൂറ്റാണ്ട് 5ാം നൂറ്റാണ്ടൊക്കെ കാലത്ത് മുതൽക്ക് ഉണ്ടായിട്ടുള്ള സംസ്കൃത നാടകങ്ങൾ എടുത്ത് നോക്കിയാൽ കാണാം, സ്ത്രീകളും നീച കഥാപാത്രങ്ങളും, നീച ഉള്ളത് കോട്ട് ആൻഡ് കോട്ട്, നീച കഥാപാത്രങ്ങളും പ്രാകൃതത്തിലെ വർത്തമാനം പറയുള്ളൂ. ബ്രാഹ്മണന്മാരും മഹർഷിമാരും രാജാക്കന്മാരും പിന്നെ അതേപോലെ അതിലൊരു ഒഴിവുള്ള ആളാണ് സൂതന്മാർ, അവരും സംസ്കൃതത്തിലാണ് പറയുക. അപ്പോൾ ഈ ഒരു ഡിവിഷൻ ഓഫ് ലേബർ, പ്രാകൃതം എന്നുള്ളത് ഒരു ലോലി ലാംഗ്വേജ് ആണെന്നും സംസ്കൃതം എന്നുള്ളത് ഒരു റിഫൈൻഡ് കൾട്ടിവേറ്റഡ് ലാംഗ്വേജ് ആണെന്നും ഉള്ള ഈ പേട്രണേജിൻ്റെ കാരണമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ മാഷ് പറഞ്ഞപ്പോൾ തന്നെ ഈ പ്രശസ്തിയും കാവ്യവും തമ്മിലുള്ള ഒരു ബന്ധം, ഒന്ന് ഒരു കാലത്ത് രാജാക്കന്മാരുടെ പ്രശസ്തി അത് ഒരു കുറച്ചുകൂടി എന്താ പറയണ്ടേ, ഒരു വർണ്ണനാ പ്രധാനമൊക്കെ ആയിട്ട് മാറി ഒരു വരുന്ന ഒരു സംഗതി. കാവ്യവും ഏകദേശം ഇതേ ധർമ്മങ്ങളൊക്കെ തന്നെ അനുഷ്ഠിക്കുന്ന ഒരവസ്ഥ പല സ്ഥലത്തും. അപ്പോൾ ഇത് തമ്മിൽ ചേർത്ത് വെച്ചുകൊണ്ട് മാഷിൻ്റെ ചില നിരീക്ഷണങ്ങൾ ഉണ്ടല്ലോ. അപ്പോൾ പിൽക്കാലത്ത് ഒരു കുസൃതി ചോദ്യം ചോദിക്കുകയാണ് ഈ സെഷൻ ആയതുകൊണ്ട്. നമുക്കിപ്പോൾ ചരിത്രം എന്നുള്ള രീതിയിൽ വ്യവഹരിക്കപ്പെടുന്ന കൃതികളുണ്ട്, ചരിത്ര കാവ്യം എന്നുള്ള രീതിയിൽ വ്യവഹരിക്കപ്പെടുന്ന കൃതികളുണ്ട്. അപ്പോൾ ഈ ചരിത്ര കാവ്യങ്ങളും ചരിത്ര കൃതികളും തമ്മിലുള്ള ഒരു ബന്ധമോ വ്യത്യാസമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള തമ്മിലൊന്ന് താരതമ്യപ്പെടുത്തി അതിൻ്റെ പ്രസക്തി എന്താണെന്ന് പറയാൻ പറ്റും, ചരിത്ര കാവ്യങ്ങൾ പോലെയുള്ള സംഗതികളുടെ? വാസ്തവത്തിൽ ഈ വേർതിരിവിന് വലിയ അർത്ഥമൊന്നുമില്ല. പിന്നെ ചരിത്രത്തിൽ നമുക്ക് മറ്റു നിലയ്ക്ക് പേരറിയാവുന്ന കഥാപാത്രങ്ങളെ വെച്ചിട്ടുള്ള കാവ്യങ്ങൾ എന്നുള്ള നിലയ്ക്ക് വേണമെങ്കിൽ ചരിത്ര കാവ്യങ്ങൾ എന്ന് പറയാം. ഇപ്പോൾ കൽഹണൻ്റെ രാജതരംഗിണിയോ അല്ലെങ്കിൽ നമ്മുടെ ഏഴിമലയിലുണ്ടായ അതുലിൻ്റെ മൂഷികവംശ കാവ്യമോ ഒക്കെ പറയാം. അതൊക്കെ കാവ്യം എന്നുള്ള നിലയ്ക്ക് തേർഡ് റേറ്റാണ്. ഏറ്റവും ചുരുങ്ങിയ ഭാഷയിൽ പറയണത് കാവ്യഗുണം എന്ന് പറയുന്നത് വളരെ കുറവാണ് ഇതിന്. അതേ സമയത്ത് തന്നെ ഇപ്പോൾ കാളിദാസൻ്റെയോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞില്ലേ കിരാതാർജുനിയോ മാഘോ ഒക്കെ ഉള്ളത് പോരുകയാണെങ്കിൽ അതിലത്തെ സാഹിത്യ ഗുണം, സാഹിത്യ മേന്മയുണ്ടല്ലോ, അത് മേലെ നിൽക്കണ്ട. വാസ്തവത്തിൽ നമ്മൾ ചെയ്യേണ്ടത് വേറൊന്നാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു ചരിത്രകാരൻ ഒരു കാവ്യത്തിനെ ഉപയോഗിക്കുക? 2-3 തരത്തിൽ ഉപയോഗിക്കാം. ഒന്ന്, അതിൽ പറഞ്ഞ വ്യക്തികളുടെയും സംഭവങ്ങളുടെയും ഒക്കെ ആണ്ടുമാസം തീയതി കണക്കാക്കി കൃത്യമായിട്ടത് ചരിത്രമാണോ അല്ലയോ എന്ന് പറയുക. അത് ചരിത്രപരമായ വസ്തുതയാണെന്നോ വസ്തുതയല്ല എന്നോ പറയുക. അത്തരത്തിൽ ചെയ്യാം. രണ്ടാമത്തേത് ചെയ്യാൻ പറ്റുക എന്താണെന്ന് വിചാരിച്ചാൽ അവിടെ തീയതി നോക്കണ്ട. ഗംഗാരം മാഷെ ഞാൻ വീണ്ടും കോട്ട് ചെയ്യട്ടെ, ഗംഗാരം മാഷ് ക്ലാസ്സിൽ പറയാറുണ്ടായിരുന്നു, സാഹിത്യവും ചരിത്രവും കൂടിയിട്ടുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ചരിത്രത്തിൽ പറയണ തീയതികളൊക്കെ കൃത്യവും ബാക്കിയുള്ളതൊക്കെ തെറ്റാണ്. നേരെ മറിച്ച് സാഹിത്യത്തിൽ പറയണ തീയതികളൊക്കെ തെറ്റാണ്, ബാക്കിയുള്ളതൊക്കെ ശരിയാണ് എന്ന് ഗംഗാരം മാഷ് പറയാറുണ്ടായിരുന്നു. ആ നിലയ്ക്ക് ഒരു കാലഘട്ടത്തിൻ്റെ എന്താ പറയുക ഭാവുകത്വം മുഴുവനും ഉൾക്കൊണ്ടിട്ടുണ്ടാവണമെന്നാണ് സാഹിത്യകൃതി എന്നുള്ള ബോധത്തോട് കൂടിയിട്ട് അത് വായിച്ചത്. അതാണ് ഞാൻ ഈ മറ്റേ കിരാതാർജുനിയും മാഘമൊക്കെ പഠിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് മഹാഭാരതത്തിലെ കൈരാത പർവ്വതത്തിൽ ഈ ഭാരവിയുടെ കാവ്യത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ സ്വഭാവം തീരെ മാറി എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം മഹാഭാരതമുണ്ടായ സമൂഹത്തിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായൊരു സമൂഹത്തിലാണ് ഭാരവിയുടെ കാവ്യം ഉണ്ടായത്. അപ്പോൾ ഭാരവിയുടെ കാവ്യം അഡ്രസ്സ് ചെയ്യണ ഓഡിയൻസ് മഹാഭാരതം അഡ്രസ്സ് ചെയ്യണ ഓഡിയൻസ് അല്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ ആ ഭാവുകത്വത്തിൻ്റെ, ആ കാലത്തിൻ്റെ സെൻസിബിലിറ്റി എന്ന് നമ്മൾ പറയണില്ലേ, ആ സെൻസിബിലിറ്റിയുടെ വ്യത്യാസം കൊണ്ടാണ് ഇത് വരണത് എന്നുള്ളൊരു തരത്തിലാണ് എനിക്ക് അന്ന് ഈ ചോദ്യത്തിന് എൻ്റെ ഉള്ളിൽ തോന്നിയൊരു ഉത്തരം. അത് ഇതുമായിട്ട് അനുബന്ധിച്ച് തന്നെ ഇപ്പം മാഷി പറഞ്ഞ് നിർത്തിയ സ്ഥലമായിട്ട് തന്നെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ചോദിക്കാൻ തോന്നുന്നത്. ഒന്ന്, നമുക്ക് പ്രത്യക്ഷത്തിൽ ചരിത്ര കാവ്യങ്ങളല്ല രഘുവംശവും കിരാതാർജുനീയവും ശിശുപാലവധവും മൂന്നും സ്വതന്ത്രമായ അല്ലെങ്കിൽ ഈ മഹാഭാരതം പോലെയുള്ള കൃതികളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കൃതികളാണ്. അല്ലെങ്കിൽ മറ്റേ
രാമായണത്തിന് മുൻപുള്ള കാലഘട്ടത്തെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കാളിദാസൻ്റെ രഘുവംശം പോലുള്ള കൃതികൾ വരിക. അപ്പോൾ ഈ രീതിയിൽ ഒരു മിത്തോളജിക്കലായിട്ടുള്ളൊരു ട്രഡീഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന സംഗതികളാണ് അത്തരത്തിലുള്ള കാവ്യങ്ങളും. പിന്നീട് അല്ലെങ്കിൽ രഘുവംശമായാലും പിന്നീട് കിരാതാർജുനീയമായാലും ശിശുപാലവധമായാലും ഈ കാവ്യങ്ങളിൽ നിന്നാണ് മാഷ് ഈ ജനപദങ്ങളെ സംബന്ധിച്ച് ഭരണകൂടത്തെ സംബന്ധിച്ച് ഒക്കെയുള്ള അല്ലെങ്കിൽ ഇവയൊക്കെ കൂടെ ചേർന്നുള്ള സാമൂഹിക ഘടന, ഈ സാമൂഹിക ഘടനയുടെയും അധികാരത്തിൻ്റെയും ഈ പരസ്പര വിനിമയത്തിൻ്റെ ഒക്കെയുള്ള സാധ്യതകളും അങ്ങനെയൊക്കെയുള്ള സംഗതികൾ ഇത്തരത്തിലുള്ള കാവ്യങ്ങളിലാണ് മാഷ് കൂടുതൽ അന്വേഷിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇപ്പം ഈ നഗരങ്ങളുടെ അപജയം എന്നുള്ള സങ്കല്പനമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് രഘുവംശത്തിലെ ഒരു ഭാഗം വിശദീകരിക്കുന്നു. അതേപോലെ അർത്ഥശാസ്ത്രത്തിൻ്റെ ഒരു സാന്നിധ്യമോ അല്ലെങ്കിൽ സ്വാധീനമോ ഈ ഭരണകൂടം കൂടുതൽ പ്രബലമായ സമൂഹത്തിൽ അത്തരത്തിലുള്ള കൃതികൾ അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള സ്വാധീനങ്ങൾ കൂടുതലുള്ള കൃതികൾ ഉണ്ടാകുന്നതായിട്ട് ഉള്ള രീതിയിലുള്ള നിരീക്ഷണങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊന്നൊരു ഒരു ഇന്ത്യാചരിത്രത്തെ കാവ്യങ്ങളിലൂടെയും കൂടി ചേർത്ത് വെച്ചിട്ട് കണ്ടെത്താൻ പറ്റുമോ എന്നുള്ളൊരു കൗതുകത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ചോദിച്ചത്. അതിനൊരു ചെറിയ ഉദാഹരണം പറയാൻ സമ്മതിക്കും എന്ന് വെച്ചാൽ, ഇപ്പോൾ ശിശുപാലവധം ഞാൻ പഠിക്കുന്ന സമയത്ത് എന്നെ വളരെയധികം ആകർഷിച്ച ഒരു സംഭവമാണ് ഈ ശിശുപാലനും മറ്റേ യാഗത്തിൻ്റെ അശ്വമേധത്തിൻ്റെ സദസ്സിൽ വെച്ചിട്ട് ശിശുപാലന് ആഗ്രഹം കൊടുത്തു, മറ്റേ കൃഷ്ണന് ആഗ്രഹം കൊടുത്തു, ശിശുപാലന് അതിന് ദേഷ്യപ്പെട്ടു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളമായി. അതിൻ്റെ കോപത്തിൽ കൃഷ്ണൻ അവസാനം ശിശുപാലൻ്റെ തല അറുത്തു. അതാണ് മഹാഭാരതത്തിലെ കഥ. ഇതിലത്തെ കഥയും അതുതന്നെയാണ്. പക്ഷേ അത് വിസ്തരിച്ചുള്ള വർണ്ണനകൾ, ഇങ്ങോട്ട് പോണതിൻ്റെ വർണ്ണനകളൊക്കെ ഉണ്ട്. പക്ഷെ അത് ഉള്ളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മഹാഭാരതത്തിൽ ആ അശ്വമേധ യജ്ഞവാടത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങില്ല, അവിടെ മാത്രമാണുള്ളത്. അതിൽ ഇയാളുടെ ബന്ധുക്കൾ മാത്രമേ അവിടെ ഉള്ളൂ, ധർമ്മപുത്രരുടെയും അതേപോലെ തന്നെ ശിശുപാലൻ്റെയും ബന്ധുക്കൾ മാത്രമേ ഉള്ളൂ. ഒരു ആർമി, സോൾജിയേഴ്സിൻ്റെ ഒരു ആർമി ഒന്നുമല്ല. നേരെ മറിച്ച് ഇതിലങ്ങനെയല്ല. ഇതിൽ കൃഷ്ണൻ്റെ സൈന്യം ഒരു ഭാഗത്ത്, ഇവരുടെ വരണവരുടെ ഒക്കെ സൈന്യം ഒരു ഭാഗത്ത്. അപ്പോൾ ഒരു സ്റ്റേറ്റ് ഭരണകൂടം എന്ന് പറഞ്ഞിട്ടുള്ള സുസ്ഥാപിതമായ ഒരു വ്യവസ്ഥ ഉള്ള സൊസൈറ്റിയിലാണ് ശിശുപാലവധം പോലെ ഒന്നും ഉണ്ടാവുക. ഒരു പ്രീ സ്റ്റേറ്റ് സൊസൈറ്റിയിലാണ് മഹാഭാരതത്തിലെ ഈ സഭാപർവത്തിലത്തെ ഈ കഥകൾ വരിക എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നി. എന്നിട്ട് കുറച്ചും കൂടി ഉള്ളിലേക്ക് പോയി നോക്കുമ്പോഴാണ് അവിടെ ഉദ്ധവനും ബലഭദ്രനും ഒക്കെ കൃഷ്ണനെ ഉപദേശിക്കുന്നത് മുഴുവനും കൊട്ടേഷൻ മാർക്ക് ഇട്ടിട്ടല്ലാന്നേ ഉള്ളൂ. അർത്ഥശാസ്ത്രത്തിലുള്ള കാര്യങ്ങളുണ്ട്. അന്ന് ഈ ഫുട് നോട്ട് എഴുതാൻ പാടില്ലാത്തതുകൊണ്ട് അതൊന്നും ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. അർത്ഥശാസ്ത്രവും അതേപോലെ തന്നെ അന്നത്തെ ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുമാണ്. അതായത് പൊളിറ്റിക്കൽ സയൻസിൻ്റെ, സ്റ്റേറ്റ് ക്രാഫ്റ്റിൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾ അങ്ങനെ തന്നെ ഉപയോഗിച്ചിട്ടാണ് ഇത്. ഇവിടെ അതൊന്നുമില്ല. ഇവിടെ ധർമ്മമല്ല, നീതിയല്ല. അപ്പം ധർമ്മം, ദയ, ആനുശംസ്യം എന്നൊക്കെ പറയുന്നതിന് മഹാഭാരതം ഊന്നൽ കൊടുക്കുമ്പോൾ ഇവിടെ പോളിസി, സ്റ്റേറ്റ് ക്രാഫ്റ്റ്, സ്റ്റേറ്റ്സ്മാൻഷിപ്പ്, അതാണ് ഇവിടെ ഇത് വരുന്നത്. അത് സ്റ്റേറ്റ് സൊസൈറ്റിയിൽ മാത്രമേ സാധിക്കുള്ളൂ. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പിന്നീട് മാഷ് ചെയ്തിട്ടുള്ളൊരു വർക്കിലേക്ക് വരാമെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് മഹിഷശതകം എന്നുള്ളൊരു കൃതി. അത് വളരെ വ്യത്യസ്തമായ ഒരു കൃതിയാണ്. കാരണം ഒരു രാജാവിൻ്റെ ചില നയങ്ങൾ അതിനോട് താല്പര്യം തോന്നാത്ത, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അപ്രീതിക്ക് പാത്രീഭവിച്ച ഒരാൾ അവിടെ നിന്ന് പോന്നിട്ട് ഒരു മഹിഷത്തെക്കുറിച്ച്, തനിക്ക് ഭക്ഷണം തരുന്ന, തനിക്ക് ജീവിതമാർഗമായിട്ടുള്ള ഒരു മഹിഷത്തെക്കുറിച്ച് 100 ശ്ലോകങ്ങൾ എഴുതുകയാണ്. അത് ഈ അന്യാവദേശ രീതിയിൽ അത് രാജാവിനെ വിമർശിക്കുന്ന, ശക്തമായി വിമർശിക്കുന്ന ഒരു സ്വഭാവമാണ് ആ അന്യാവദേശ കൃതിയിലൂടെ ആ കവി, പ്രത്യേകിച്ച് മാഞ്ചേശ്വരൻ എന്ന ആ കവി, കുട്ടികവി എന്നുള്ള പേരിലും കൂടി അറിയപ്പെട്ട അദ്ദേഹം ഈ മഹിഷശതകത്തിൽ ചെയ്യുന്നത്. അപ്പോൾ അത് മാഷ് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. നേരത്തെ മലയാളത്തിലേക്ക് അന്വയവും പരിഭാഷയും നടത്തിയ കൃതികൾ പോലെ തന്നെ ഇംഗ്ലീഷിൽ തന്നെ അന്വയവും പരിഭാഷയും നടത്തിയിട്ടുള്ള ഒരു കൃതിയാണ് മഹിഷശതകം. അതിനെക്കുറിച്ച് ഒരു ലേഖനവും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ മഹിഷശതകം പോലെയുള്ള കൃതികളുടെ ഒരു പ്രാധാന്യം, പ്രത്യേകിച്ച് 2-3 കാര്യങ്ങൾ കൂടി ചേർത്ത് വെച്ചിട്ട് ചോദിക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം ഒന്ന്, മാഷ് തന്നെ കുഞ്ചൻ നമ്പ്യാരുടെ
കൃതികൾ, പ്രത്യേകിച്ച് കാർത്തവീര്യാർജുന വിജയത്തിൽ എങ്ങനെയാണ് കുഞ്ചൻ നമ്പ്യാർ ഈ അക്കാലത്ത് ഭരണത്തിൽ ഇരുന്ന മാർത്താണ്ഡവർമ്മയെ ഇതേപോലെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ പരോക്ഷമായിട്ട് വിമർശിക്കുന്നത് എന്നുള്ള, അങ്ങനെ വായിക്കാവുന്ന തരത്തിൽ അദ്ദേഹം അതിനെ ആ കൃതിയിൽ സംസാരിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ കലിവിഡംബനം എന്ന കൃതിയെക്കുറിച്ച്, പ്രത്യേകിച്ച് നീലകണ്ഠ ദീക്ഷിതരുടെ കലിവിഡംബനം എന്ന കൃതിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നിയൊരു സംഗതി വെച്ചാൽ, ഈ ഒന്ന് ഇപ്പോൾ ഈ ജൊനാഥൻ ഡോളിമോറിനെ പോലുള്ള ആൾക്കാർ, പൊളിറ്റിക്കൽ ഷേക്സ്പിയർ പോലെയുള്ള ജൊനാഥൻ ഡോളിമോറിനെ പോലുള്ള ഈ മാഷ് തന്നെ മറ്റേ സംസാരിച്ചിട്ടുള്ള മേഖലയാണ് സാംസ്കാരിക ഭൗതികവാദം അല്ലെങ്കിൽ മറ്റേ നവചരിത്രവാദം തുടങ്ങിയിട്ടുള്ള ആ ഒരു ഏരിയയിൽ. അപ്പോൾ ആ ഏരിയയിൽ ഇത്തരത്തിൽ ജൊനാഥൻ ഡോളിമോറിനെ പോലെ അല്ലെങ്കിൽ സ്റ്റീഫൻ ഗ്രീൻബ്ലാറ്റിനെ പോലെ ഉള്ളവർ ഈ പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ ഷേക്സ്പിയർ പോലെയുള്ള കൃതികളിൽ അല്ലെങ്കിൽ ടൈറൻറ്റ് പോലെയുള്ള കൃതികളിൽ അവർ ഇത്തരത്തിലുള്ള ഈ പ്രാചീന കൃതികളിൽ ഇത്തരത്തിലുള്ള ഭരണകൂട വിമർശനത്തിൻ്റെ മറ്റുമൊക്കെ സാധ്യത കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ ഈ മഹിഷാശതകത്തിലായാലും ഈ കുഞ്ചൻ നമ്പ്യാരുടെ ഈ പറഞ്ഞ എന്താണ് കാർത്തവീര്യ വിജയത്തിലായാലും പ്രത്യേകിച്ച് കൂടിയാട്ടത്തിൻ്റെ ഭാഗമായിട്ട് കൂത്തിൽ വരുന്ന വിദൂഷ കൂത്തിൻ്റെ കാര്യത്തിലായാലും അതിൻ്റെ ചില സാധ്യതകൾ മാഷ് പറയുന്നുണ്ട്. ഇപ്പം എനിക്കൊരു സംശയം ചോദിക്കാനുള്ളത്, വാസ്തവത്തിൽ ഇത് ഈ ഒരു അധികാരിയെ വിമർശിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു അധികാര വ്യവസ്ഥയെ വിമർശിക്കുന്ന ആ ഒരു സ്ഥലത്തിലേക്ക് അത് വളരുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക് തോന്നി. കാരണം വെച്ചാൽ കുഞ്ചൻ നമ്പ്യാരും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സമൂഹം വളരെ വ്യവസ്ഥാപിതമായ ഒരു സമൂഹം തന്നെയാണ്. പക്ഷേ രാജാവിനെ വിമർശിക്കുന്നു, രാജാവ് വഴിമാറി നടക്കുന്നതിനെ കുറിച്ച് ഒരിടത്തിൽ പറഞ്ഞാൽ ഈ കാവ്യങ്ങൾ ചെയ്യുന്നത് അധികാരത്തെ ഒന്നുകൂടി ബലപ്പെടുത്തുകയല്ലേ എന്നൊരു സംശയം കൂടി ഇടയ്ക്ക് തോന്നി. അത് അങ്ങനെ തന്നെ ഒരു വിധത്തിൽ പറയാം. പക്ഷേ ഇവിടെയും ഒരു കൗണ്ടർ കൾച്ചർ, പ്രതിസംസ്കാരം, കൗണ്ടർ കൾച്ചർ എന്ന് പറയുന്നതിലൊരു സാധനം ഉണ്ടാക്കണം. അതിൻ്റെ പിന്നിലത്തെ ഹിസ്റ്റോറിക്കൽ എവല്യൂഷനും കൂടി നോക്കണം. ഈ പ്രശസ്തിയും അതേപോലെ തന്നെ കോട്ട് പോയട്രിയൊക്കെ രാജാവിൻ്റെ ശക്തിയുമൊക്കെ നീതീകരിക്കുന്ന തരത്തിലുള്ള ഇൻസ്ട്രുമെൻസായിട്ട് ഉപയോഗിച്ച് അത് തേഞ്ഞ് അത്തരം പോളിറ്റിക്ക് തന്നെ സ്വഭാവം മാറി. ഒരു 12-ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് ഡൽഹിയിലെ സുൽത്താൻമാരുടെ ഭരണം തുടങ്ങി, മുഗൾ ഭരണം തുടങ്ങി, ഇവിടെ ഇത് തുടങ്ങി. അതോട് കൂടിയിട്ട് ഈ പ്രശസ്തിക്കാവട്ടെ മഹാകാവ്യങ്ങൾക്കാവട്ടെ പ്രസക്തി ഇല്ലാതെയായി. അതേ പ്രശസ്തി കാവ്യത്തിൻ്റെ സമ്പ്രദായം തിരിച്ചു പിടിച്ചിട്ട് രാജാവിനെ പ്രശംസിക്കാനും പുകഴ്ത്താനും ഉപയോഗിച്ചിരുന്ന അതേ പ്രശംസി രാജാവിനെ നിർദ്ദയം വിമർശിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വാഞ്ചേശ്വര ദീക്ഷിതർ അദ്ദേഹത്തിൻ്റെ ആ ശ്ലേഷ ജടിലമായിട്ടുള്ള അതെടുത്തിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ഓരോന്നിലും മറ്റേ ഇത് പറയുന്നുണ്ട്. 3-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, അവനവനെ രക്ഷിക്കുന്ന ആളാണ് അവനവൻ്റെ പ്രഭു. ഇപ്പം എന്നെ രക്ഷിക്കുന്നത് ഈ പോത്താണ്. ഞാൻ അതുകൊണ്ട് ഈ പോത്തിനെ പറ്റി 100 ശ്ലോകം എഴുതിയിട്ട് എൻ്റെ വാഗ്വൈഭവത്തിനെ സഫലമാക്കി തീർക്കാം എന്ന് പറഞ്ഞിട്ടാണ് അത് തുടങ്ങുന്നത് തന്നെ. എന്നിട്ട് അങ്ങനെ തന്നെ രാജാവേ എന്ന് പോത്തിനെ എത്ര തവണയാണ് വിളിക്കണതെന്ന് അറിയും. ഏതൊരു സിനിമയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ പോലീസുകാരനെ കുരങ്ങാന്ന് വിളിച്ചിട്ട് ഇയാളെ പിടിച്ചിട്ട് ലോക്കപ്പിലിട്ടു. അതിന് തിരിച്ചു പോരാറാവുമ്പോൾ പറഞ്ഞു, പോലീസുകാരനെ കുരങ്ങാന്ന് വിളിക്കുന്നത് തെറ്റാണ് അല്ലേ? അതെ, കുരങ്ങിനെ പോലീസുകാരാന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് വെച്ചു. അതെന്താ വെച്ചാൽ ചെയ്തോളൂ. അപ്പം എന്നിട്ട് എന്നാ പോലീസുകാരാ ഞാൻ പോട്ടെ, നീ ഇയാളോട് യാത്ര ചെയ്യണ ഒരു അതേ സംഗതിയാണ്. രാജാവിനെ പോത്തേ എന്ന് വിളിക്കാൻ പാടില്ല, പക്ഷെ പോത്തിനെ രാജാവേ എന്ന് വിളിക്കാം. അങ്ങനെ മുഴുവനും പോത്തിനെ രാജാവേ എന്ന് വിളിച്ചിട്ടുള്ള തരം. അപ്പം ഈ ഒരു കൗണ്ടർ കൾച്ചർ അതേപോലെ തന്നെ കുഞ്ചൻ നമ്പ്യാർ അമ്പലപ്പുഴ താമസിച്ചിരുന്ന കുഞ്ചൻ നമ്പ്യാർ അമ്പലപ്പുഴ മാർത്താണ്ഡവർമ്മയുടെ തേരോട്ടത്തിൻ്റെ ഇടയിൽ അമ്പലപ്പുഴയും കൂടി കീഴടക്കിയപ്പോൾ ആ അമ്പലപ്പുഴയിൽ നിന്ന് വരണ ഒരു പ്രൊട്ടസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ അതിൻ്റെ ടൈറ്റിൽ തന്നെ കൊടുത്തിട്ടുള്ളത് കുഞ്ചൻ നമ്പ്യാരുടെ രാഷ്ട്രീയം എന്നാണ്. ഈ രാഷ്ട്രീയമായൊരു പ്രൊട്ടസ്റ്റ് അത് അതിൽ കാണാൻ പറ്റും. പിന്നെ ചാക്യന്മാരുടെ കൂത്ത് വളരെ പ്രകടമായ നിലയിലുള്ള കൗണ്ടർ കൾച്ചറാണ്. ഇതുകൊണ്ടൊക്കെ ഒരു മാറ്റവും വന്നിട്ടില്ല. അതിൽ നമ്മളിതുവരെ ചെയ്തിട്ടില്ലാത്തൊരു പണിയാണ് ഹിസ്റ്റോറിയൻസ് ചെയ്തിട്ടില്ല. ഈ ഇമ്മീഡിയറ്റ് പ്രീ മോഡേൺ പീരിയഡിലുള്ള സോഷ്യൽ
പ്രൊട്ടസ്റ്റുകൾ, പൊളിറ്റിക്കൽ പ്രൊട്ടസ്റ്റ്, അതിൽ ഇൻ്റലക്ച്വലിൻ്റെ റോൾ എന്തായിരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള പഠനമൊന്നും നടന്നിട്ടില്ല. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ കുഞ്ചൻ നമ്പ്യാരെയും അതേപോലെ തന്നെ വാഞ്ചേശ്വര ദീക്ഷിതരെയും ഒക്കെ നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അങ്ങനത്തെ ഒരു പഠനം ആരും നടത്തിയിട്ടുള്ളതായിട്ട് എനിക്കറിയില്ല. അത് വാസ്തവമാണ്. പ്രത്യേകിച്ച് ഈ കുഞ്ചൻ നമ്പ്യാരുടെ കാർത്തികവീര്യ വിജയത്തിൻ്റെ ആ വരികൾ ഉദ്ധരിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. കാരണം ഈ രീതിയിലുള്ള അല്ല, അത് വളരെ വ്യക്തമാണ്. അതായത് രാവണൻ്റെ മന്ത്രിയായിട്ടുള്ള ചിത്രയോധി കാർത്തികവീര്യ അർജുനോട് പറയുകയാണ്, മറ്റേ ഈ എല്ലാ തരത്തിലും അന്ന് തിരുവിതാംകൂറിലുണ്ടായിരുന്ന നികുതികളുടെ പേരാണ് പറയണത്. ആ നികുതിയൊക്കെ കൊടുക്കണം, കുരുമുളക് മുഴുവൻ ഇവിടെ കൊടുക്കണം. ഇത് കാർത്തികവീര്യാർജുനൻ കൃഷി ചെയ്യണ കുരുമുളക് മുഴുവൻ ഇവിടെ കൊടുക്കണം എന്ന് പറയുന്നത്. അത് ഈ ഡച്ച്, പോർച്ചുഗീസ്, ഫ്രഞ്ച്, ഡച്ച് കൊളോണിയൽ പ്രസൻസിൻ്റെ ഇതിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കിരാതത്തിന് പോർക്ക് എന്നുള്ള വാക്ക് വരുന്നുണ്ട്. ഈ കിരാതത്തിലുള്ള കാട്ടാളന്മാർ വേട്ടയാടുന്ന കൂട്ടത്തിൽ ഒന്ന് പോർക്കാണ്. പോർക്ക് എന്നുള്ള ശബ്ദം കുഞ്ചൻ നമ്പ്യാർക്ക് മലയാളത്തിൽ ഉപയോഗിക്കാൻ ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. ഇങ്ങനെ ഇത്തരത്തിലുള്ള ഇതിനകത്ത് തന്നെയുള്ള ചില വൈരുദ്ധ്യങ്ങൾ ആണ് സത്യത്തിൽ ചോദിക്കാൻ ഉദ്ദേശിച്ചത്. പ്രത്യേകിച്ച് കുഞ്ചൻ നമ്പ്യാരുടെ വളരെ ആ രീതിയിൽ അത് നമുക്ക് വായിക്കാവുന്നതാണ്. എനിക്ക് ഒരു സംശയം കൂടി, കുഞ്ചൻ നമ്പ്യാരെ വിസ്തരിച്ച് പഠിക്കേണ്ടതാണ്. ആരും ചെയ്തിട്ടില്ല അൺഫോർച്ചുനേറ്റ്ലി. ഗണേശൻ്റെ നല്ലൊരു പഠനമുണ്ട്, പക്ഷേ മറ്റേ അതിൽ ചെയ്യാത്ത ഒരുപാട് സാധനങ്ങൾ കുഞ്ചൻ നമ്പ്യാരെ വിസ്തരിച്ച് പഠിച്ചാൽ കിട്ടും. വി രാമകൃഷ്ണൻ മാഷ്ടേ ഞാൻ കണ്ടിട്ടില്ല. മറ്റേ അത് ഈ പ്രത്യേകിച്ച് ഇപ്പോൾ വിദൂഷകൻ, ഇപ്പോൾ കൂടിയാട്ടത്തിലെ വിദൂഷകൻ വാസ്തവത്തിൽ ഈ പുരുഷാർത്ഥ കൂത്ത് ആകുമ്പോഴേക്കും അതിൽ ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ എന്നുള്ള 4 പുരുഷാർത്ഥങ്ങൾക്ക് പകരം വിനോദം, വഞ്ചനം, അശനം, രാജസേവ എന്ന് പറഞ്ഞിട്ട് 4 പുരുഷാർത്ഥങ്ങളെ ഒരു ബദൽ ആയിട്ട് സങ്കല്പിച്ചുകൊണ്ട് ഈ ഒരു എന്താ പറയണ്ടേ സാമൂഹ്യ വിമർശനം അല്ലെങ്കിൽ സബ്വേർഷൻ. അതെ, ഒരു സബ്വേർഷനാണ് ഈ സബ്വേർഷൻ. പക്ഷേ ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ അപ്പോഴും മൂല്യവ്യവസ്ഥ ഈ എന്താ പറയണ്ടേ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നുള്ള രീതിയിലുള്ള സംഗതി ആയിരിക്കണം. ബ്രാഹ്മണ കേന്ദ്രിതമായിട്ടുള്ള അല്ലെങ്കിൽ ബ്രാഹ്മണികമായ അധികാര വ്യവസ്ഥ നമ്മൾ ഇന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അതിനെ തന്നെ അല്ലെ അവിടെയും ഐഡിയലൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന എന്നുള്ളതാണ്. ഈ സമൂഹത്തെ വിമർശിക്കുന്നത് അതിൽ നിന്ന് വഴിമാറി നടക്കുന്നതിൻ്റെ പേരിലല്ലേ? ഉണ്ടോ ഇന്നത്തെ നിലയ്ക്ക് അതൊന്നും സാധ്യമല്ലാത്തത് കൊണ്ട്, ധർമാർത്ഥകാമ മോക്ഷങ്ങൾ സാധ്യമല്ലാത്തത് കൊണ്ട് വേശ്യാവിനോദം, വേശ്യാവഞ്ചനം, അശനം, രാജസേവ, അതിന് പ്രത്യേകിച്ച് ഈ അശനം ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ദിക്കിലും ബ്രാഹ്മണന്മാരുടെ പ്രാമാണ്യമല്ല. ബ്രാഹ്മണന്മാരെ അടി മുതൽ മുട്ടി വരെ കളിയാക്കൽ മാത്രമാണ് ഉള്ളത്. രാജസേവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജാവിനെ കളിയാക്കണമെന്ന് മാത്രമല്ല, അന്നത്തെ പൊളിറ്റിക്കൽ സ്ട്രക്ചറിനെ തന്നെ അങ്ങേറ്റം വിമർശിക്കുന്ന ഒരു സാധനമാണ് അത്. പക്ഷേ ഈ കൂത്തമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് മാത്രം പൊളിറ്റിക്കൽ സ്ട്രക്ചറിനെ വിമർശിക്കുന്ന ഭാഗങ്ങളുണ്ടോ? പൊളിറ്റിക്കൽ സ്ട്രക്ചറിനെ വിമർശിക്കുന്ന ഭാഗങ്ങൾ രാജസേവയിലുള്ളത്. അതെ, രാജസേവയിലുള്ളത് ഈ നീട്ടി നടക്കാൻ വയ്യാത്ത പ്രഭു, ഈ പ്രഭു അവിടെ ചെന്നിട്ട് കുടിയാൻ്റെ അടുത്ത് ചെന്നിട്ട് നെല്ല് ചോദിക്കണു, നെല്ലില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ കണ്ടെത്തുന്ന കുറച്ച് കതിര് ഊരിക്കോട്ടെ എന്ന് ചോദിക്കണേ. ഏത് രാജാവാണ് എന്നിട്ട് ചോദിക്കണത് കുടിയാൻ്റെ അടുത്ത് നിന്ന്. ഇത്തരത്തിലുള്ളത് രാജാവിനെ മാത്രമല്ല രാഷ്ട്രീയ ഘടനയെ തന്നെ വളരെ ശക്തമായിട്ട് വിമർശിക്കുന്നതാണ് ഈ ഇത്. അപ്പോൾ ഇത് പക്ഷേ അതിൻ്റെ എന്താ വെച്ചാൽ അതിൻ്റെ ഓഡിയൻസ് വളരെ ലിമിറ്റഡ് ആയിരുന്നു. ഈ കൂത്തമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമുള്ളവർക്ക് മാത്രമേ ഇത് കേൾക്കാൻ പറ്റുള്ളൂ. അത് എനിക്കറിയാം. എൻ്റെ അച്ഛനൊക്കെ കുട്ടിക്കാലത്ത് നേരിട്ട് കണ്ടിട്ടുള്ളതായിട്ട് പറയും. ഈ അമ്പലവാസികൾക്ക് അല്ലാതെ ആർക്കും, ബ്രാഹ്മണന്മാർക്കും അമ്പലവാസികൾക്കും പ്രവേശനമുണ്ട്. അമ്പലവാസികൾക്ക് ഇരിക്കാൻ പാടില്ല. കൂത്തമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്നിട്ട് കൂത്ത് കാണുക കേൾക്കുകയാവാം. ബ്രാഹ്മണന്മാർക്ക് ഇരിക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് അഡ്രസ്സ് ചെയ്യുന്ന ഓഡിയൻസ് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് പോയി. അതുകൊണ്ട് അതിൻ്റെ റീച്ചും കുറഞ്ഞു എന്നുള്ളതാണ്. അല്ലാതെ അതിൻ്റെ ആ കണ്ടൻറ്റിനെ പറ്റിയിട്ട് എനിക്കിപ്പോഴും ആ കൃഷ്ണേന്ദ്രനെ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മറ്റേ പുരുഷാർത്ഥ കൂത്തിൻ്റെ ടെക്സ്റ്റ് മുഴുവനും കൃഷ്ണേന്ദ്രനെ എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്.
അത് നോക്കിയിട്ടുണ്ടെങ്കിൽ ശരിക്കും മനസ്സിലാവും. പിന്നെ കൂത്ത് കേൾക്കുകയും ചെയ്ത മറ്റേ വഹിക്കുന്ന ആൾക്കാർ പറയണ കൂത്ത് കേട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഒരു മാസത്തേക്കാർ പറയണ കൂത്ത് തന്നെ എനിക്ക് കേൾക്കാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇഫക്റ്റ് വളരെ വളരെ ശക്തമായ ഇഫക്റ്റാണ്. പക്ഷേ ഓഡിയൻസ് ലിമിറ്റഡായി പോയതിൻ്റെ ബുദ്ധിമുട്ടാണ്. മാഷി മണിപ്രവാള സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വളരെ സവിശേഷമായ ഒരു പഠനം, അത് തീർച്ചയായിട്ടും അത് വളരെയേറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ലേഖനമായിട്ട് തോന്നുന്നു. കാരണം ഈ മണിപ്രവാളത്തെ സംസ്കൃത പാരമ്പര്യത്തിൻ്റെ തന്നെ തുടർച്ചയായിട്ട് കാണുകയും സംസ്കൃത ഭാവുകത്വത്തിൻ്റെ ആ കാവ്യ ഭാവുകത്വത്തിൻ്റെ തുടർച്ചയായിട്ട് കാണുകയും അതേസമയത്ത് കൂടിയാട്ടം അതേപോലെ പാഠകം തുടങ്ങിയിട്ടുള്ള രംഗ അവതരണ രൂപങ്ങളുമായിട്ട് അതിനെ ബന്ധിപ്പിക്കുകയും, കാരണം വെച്ചാൽ അവയ്ക്കുമുണ്ട് ഇതേപോലെ തന്നെയുള്ള സംസ്കൃത പാരമ്പര്യം. അപ്പം ഇവയെ ബന്ധിപ്പിച്ചുകൊണ്ട് മണിപ്രവാള സാഹിത്യത്തെ കാണുന്ന ആ ഒരു പദ്ധതി, അതിലൂടെ രൂപപ്പെടുന്ന വളരെ സവിശേഷമായിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ, ഇത് സാമ്പ്രദായികമായ ഒരു സങ്കല്പത്തിൽ നിന്ന് ഏതൊക്കെ തരത്തിലാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നതായിട്ട് മാഷ് കരുതുന്നത്? അതിൽ വലിയ വ്യത്യാസമുള്ളതെന്ന് എളംകുളം മുതലായിട്ടുള്ളവരൊക്കെ എഴുതി പോന്നിട്ടുള്ളത് മണിപ്രവാളം എന്നുള്ളത് നമ്പൂതിരിമാരുടെ പൊളപ്പ് കാലത്തിൻ്റെ ആണ്. നമ്പൂതിരിമാരുടെ ഒരു ലൈസൻസ് ഇല്ലാത്ത തരത്തിലുള്ള മടിത്തങ്ങൾ മുഴുവനും കാട്ടി നടന്നിരുന്നതാണ് എന്ന്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ എടുത്ത് നോക്കുമ്പോൾ, ഇപ്പോൾ മാഘത്തിൽ 8, 9 സർഗങ്ങളെടുത്ത് നോക്കിയാൽ അതിലുള്ളതിനെക്കാട്ടിലും അധികം അശ്ലീലൊന്നും ഒരു മണിപ്രവാള കൃതി കേട്ടു. നമ്മൾ അശ്ലീലം എന്നൊക്കെ ലോഡഡായിട്ടുള്ള വാക്ക് പറയുകയാണ്, ഒരു മണിപ്രവാള കൃതികളിലും അതില്ല. എടുത്ത് നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പുതിയ തരത്തിലുള്ള സോഷ്യൽ ഫോർമേഷൻ ഉണ്ടായി വരികയാണ്. ഇപ്പോൾ കൃഷിയിൽ ഊന്നി നിന്നിരുന്ന ഒരു സമൂഹം അതിന്ന് മാറിയിട്ട് കുറേശ്ശെ കച്ചവടത്തിലേക്കും, അങ്ങനെ വാണിജ്യ പഥങ്ങൾ ഉണ്ടാവുന്നുണ്ട്, വാണിജ്യ കേന്ദ്രങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അർബൻ സെൻറ്റേഴ്സ് ഉണ്ടാവുന്നുണ്ട്. ഈ അർബനിസം, ഒരു അർബൻ സെൻസിബിലിറ്റി എന്നുള്ളത്, കാവ്യങ്ങളുടെ സെൻസിബിലിറ്റി അർബൻ സെൻസിബിലിറ്റിയാണ്. സംസ്കൃത കാവ്യത്തിൻ്റെ അർബൻ സെൻസിബിലിറ്റി ഇവിടെ മണിപ്രവാള കാവ്യം ഇവിടെ സെൻസിബിലിറ്റി വന്നപ്പോൾ അത്തരത്തിലുള്ളതുമായിട്ട് നേരിട്ട് സംവദിക്കാൻ പറ്റി. വാസ്തവത്തിൽ ഈ യുസിംഗയുടെയൊക്കെ മീനിങ് ഓഫ് ദ മിഡിൽ ഏജസ് അതൊക്കെ വായിച്ചിട്ടുള്ള ഇൻഫ്ലുവൻസാണ് എനിക്ക് ഇത് കാണാൻ, ഇങ്ങനെ കാണാനുള്ള ഒരു പ്രചോദനം ഉണ്ടായിട്ടുള്ളത്. അതിൽ ഒരു ഈ പറഞ്ഞാലൊരു സംശയം ഇടയ്ക്ക് വന്നൊരു സംഗതി ചോദിക്കാം. അതായത് ഈ മണിപ്രവാളത്തിൽ തന്നെ ഈ കേരള ഭാഷയുടെ, അക്കാലത്തെ കേരള ഭാഷയുടെ ഒരു പ്രസൻസ് ഉണ്ടല്ലോ. ഈ സംസ്കൃത പാരമ്പര്യം ഉള്ളപ്പോൾ തന്നെ കേരള ഭാഷയുടെ ഒരു പ്രസൻസ് ഉണ്ട്. അതേസമയത്ത് ഇപ്പോൾ കൂടിയാട്ടം പോലുള്ള കലകൾ വാസ്തവത്തിൽ അവയുടെ അവതരണ സങ്കേതങ്ങൾ വികസിച്ച് വരുന്നത് ഒരു സൗത്ത് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ തന്നെയാണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ തിരുമുരുകാറ്റുപടയിലും മറ്റുമൊക്കെ കാണുന്ന രംഗാവതരണ രൂപങ്ങൾ പിന്നീട് ചിലപ്പതികാരം പോലുള്ള കൃതികളിലേക്ക് വരുമ്പോൾ അതിന് കുറേ കൂടെ സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള ശൈലീവൽക്കരിക്കപ്പെട്ട ഒരു സ്വഭാവം ഉണ്ടാകുന്നു. ഈ ചിലപ്പതികാരത്തിൽ തന്നെ നമുക്ക് പറയൂർ കൂത്തച്ചാക്കയ്യനെ കുറിച്ചുള്ള റെഫറൻസ് കാണാം. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞ ഒരു പരിണാമഘട്ടത്തെ അത് റെപ്രസെൻ്റ് ചെയ്യുന്നു എന്ന് തോന്നുന്നു. ഇതിന് ശേഷം ഈ കൂടിയാട്ടത്തിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന സ്വരങ്ങളാണെങ്കിൽ തന്നെ ഈ മുട്ടനാർത്തൻ, ശ്രീകണ്ഠി തുടങ്ങിയിട്ടുള്ള ഇതെല്ലാം തമിഴ് പൺകളാണ്. ഇപ്പം ഞാൻ പറയാൻ ശ്രമിച്ചൊരു കാര്യം വെച്ചാൽ ഈ ഇപ്പോൾ കൂടിയാട്ടത്തിൽ ഈ ഉച്ചാരണം അല്ലെങ്കിൽ സംഭാഷണം കേൾക്കുമ്പോൾ വേദം സ്വരിച്ച് ചൊല്ലുന്നതിൻ്റെ ഒരു സ്വഭാവം തോന്നും. പക്ഷേ പ്രാചീന തമിഴ് പൺകളാണ് താനും ഈ എന്താണ് ശ്രീകണ്ഠി, മുട്ടൻ, ആർത്തൻ, തർക്കൻ, വീരതർക്കൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ള തമിഴ് പൺകളാണ്, തമിഴ് പഴയ രീതിയിലുള്ള തമിഴ് രാഗങ്ങളാണെന്നും ഒരേ സമയത്ത് അത് പറയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു എന്താ പറയണ്ടേ, ഈ നമ്മൾ ദ്രാവിഡം എന്ന് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ചില സംഗതികളുണ്ട്. അപ്പോൾ മാസ്റ്റർ ഈ പുതിയ പുസ്തകം വായിക്കുമ്പോഴേക്കും അതിൽ ആര്യ സിദ്ധാന്തത്തെക്കുറിച്ചിട്ടുള്ള ചില സവിശേഷമായിട്ടുള്ള നിരീക്ഷണങ്ങളുണ്ട്. അപ്പോൾ ഈ പുതിയ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ചരിത്ര പഠനത്തിൽ പിന്നീട് വന്നിട്ടുള്ളൊരു വികാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആര്യ ദ്രാവിഡ ബന്ധത്തെ മറ്റുമൊക്കെ നമുക്ക് വേറെ ഏതെങ്കിലും തരത്തിൽ കാണേണ്ടതുണ്ടോ, അതോ ഈ നിലവിലുള്ള കാഴ്ചയ്ക്ക് എന്തെങ്കിലും പരിമിതികളുണ്ടോ എന്നൊരു സംശയം. ഞാൻ ഇതും കൂടിയും പറഞ്ഞിട്ട് നമുക്ക് നിർത്താൻ ഈ 10 മിനിറ്റേ ഉള്ളൂ. പല ചർച്ചയ്ക്കും വേണം എന്നുണ്ടെങ്കിൽ ഇത് ഞാൻ വളരെ ചുരുക്കത്തിൽ പറഞ്ഞുതരാം. വാസ്തവത്തിൽ ഈ കൂത്തമ്പലങ്ങളിൽ നിന്നും അതേപോലെ തന്നെ മണിപ്രവാള കാവ്യങ്ങളിൽ നിന്നും ഒക്കെ കൂടിയിട്ട് മലയാളം ഉരുത്തിരിഞ്ഞ് വന്നിട്ട്
ലീലാതിലകം പോലെ ഒരു ലക്ഷണ ഗ്രന്ഥം ആവശ്യപ്പെടുന്ന തരത്തിൽ ഭാഷ വികസിച്ചു. ലീലാതിലകം എന്ന് പറയുന്നത് വാരമാഷ്ടർ വളരെ മനോഹരമായിട്ടുള്ള ഒരു ലേഖനമുണ്ട്. അതിൽ പറയണത് എന്താണെന്ന് വെച്ചാൽ മലയാളത്തിൻ്റെ സ്വത്വത്തിനെ ഡിക്ലെയർ ചെയ്യണ ഒരു ഡോക്യുമെൻ്റാണ് അത്. കേരളത്തിൻ്റെ ഐഡൻറ്റിറ്റി, മലയാള ഭാഷയുടെ ഐഡൻറ്റിറ്റി, ഇതൊക്കെ ഡിക്ലെയർ ചെയ്യുന്ന ഒരു ചരിത്ര രേഖയാണ് ലീലാതിലകം എന്ന് പറയുന്നത്. ആ ഒരു തരത്തിൽ പഴയ തമിഴിൻ്റെ പാരമ്പര്യം ഒരു ഭാഗത്തും സംസ്കൃതത്തിൻ്റെയും പ്രാകൃതത്തിൻ്റെയും പാരമ്പര്യം വേറൊരു ഭാഗത്തും ഉള്ളതൊക്കെ കൂടി വന്നിട്ട് ഇതാ മലയാളം എന്ന് അനൗൺസ് ചെയ്തുകൊണ്ട് വരണ ഒരു സാധനമാണ് ലീലാതിലകം. അത് ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം നമുക്ക് നിർത്താം, ബാക്കിയുള്ളവർക്കും കുറച്ച് എന്തെങ്കിലും സമയം കൊടുക്കണ്ടേ? ഇനി ആകെ 9 മിനിറ്റേ ഉള്ളൂ. കുഴപ്പമില്ല, സമയമുണ്ട്, 10 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഈ ഇവിടെ സംസാരിച്ച വിഷയങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും മാഷ് ഏർപ്പെട്ടിട്ടുള്ള മറ്റ് നിരവധി മേഖലകളുണ്ട്, അപ്പോൾ അവയെക്കുറിച്ചുള്ള പൊതുവായിട്ടുള്ള എന്തെങ്കിലും ചോദ്യങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ അതിനുള്ള സമയമാണ്. സംസ്കൃത വ്യാകരണ വിഭാഗത്തിലെ ഒരു ഗവേഷകയാണ്. ഞാൻ ഒരു ചരിത്രകാവ്യത്തിലാണ് ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പൊതുവെ നമ്മൾ സാഹിത്യ പഠനത്തിനെ എപ്പോഴും സാമൂഹിക പഠനവുമായിട്ട് ബന്ധിപ്പിക്കാൻ, അതിൻ്റെ ഒരു സാധുതയ്ക്ക് വേണ്ടിയിട്ടോ ഒരു വാലിഡിറ്റിക്ക് വേണ്ടിയോ നമ്മുടെ ഇപ്പം നടക്കുന്ന ഗവേഷണങ്ങളിൽ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഒന്നെങ്കിൽ സാഹിത്യം പഠിക്കുന്നത് ചരിത്രത്തിൻ്റെ എക്സ്ട്രാക്ഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ജോഗ്രഫിക്കലായിട്ടുള്ള ഇന്നലെ മാഷ് പറഞ്ഞ കുറേ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന നദികളെ കുറിച്ചുള്ള ജോഗ്രഫിക്കലായിട്ടുള്ള അത്തരത്തിൽ സാഹിത്യത്തിനെ എപ്പോഴൊരു സാമൂഹിക പഠനവുമായിട്ട് ബന്ധിപ്പിക്കാനുള്ള ഒരു ത്വര ഇപ്പം നമ്മൾ ഗവേഷണ പഠനത്തിൽ കാണുന്നുണ്ട്. അതൊരു പ്രശ്നമാണോ എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ പ്രശ്നം. ഇപ്പം മാഷ് പറഞ്ഞ ഇതിൽ തന്നെ സാഹിത്യം ചരിത്രബോധത്തിലൂടെ വായിക്കുകയും ചരിത്രത്തിനെ സാഹിത്യബോധത്തിൽ പഠിക്കുകയും വേണം എന്നുള്ള ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്റർ ഡിസിപ്ലിനറി എന്നതിനുപരി ഒരു ഡിസിപ്ലിനറി എന്ന രീതിയിൽ വേണം ഇതിനെ കാണാൻ എന്നാണ് ഞാനിപ്പോൾ മാഷിൻ്റെ ടോക്കിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എൻ്റെ രണ്ടാമത്തെ ചോദ്യം, ഇത്തരത്തിൽ നമ്മൾ കൃതികൾ പഠിക്കുന്ന സമയത്ത് എലൈറ്റ് ക്ലാസ്സിലുള്ള ആളുകളാണ് കൃതികൾ എഴുതുക എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ പരിസരങ്ങളെ ആയിരിക്കുമല്ലോ ഈ കൃതികളിൽ ഉണ്ടാവുക. സാധാരണ ജനങ്ങളുടെ ജനജീവിതത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇത്തരം കാവ്യങ്ങളിൽ നിന്ന് കിട്ടുമോ എന്നുള്ളത് പലരും ആശങ്കിച്ച് കണ്ടിട്ടുണ്ട്. ഈ 2 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. താങ്ക് യു. അതിൽ ആദ്യത്തെ ചോദ്യത്തിൽ ഇൻ്റർ ഡിസിപ്ലിനാരിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സങ്കല്പം വന്നു. വാസ്തവത്തിൽ ഇൻ്റർ ഡിസിപ്ലിനാരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പകുതി സാഹിത്യവും പകുതി ചരിത്രവും വെച്ചിട്ട് കൊണ്ട് കുലുക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടുന്നൊരു സാധനമല്ല. സാഹിത്യം പഠിക്കുന്ന ഒരാൾക്ക് അയാളുടെ പ്രശ്നങ്ങൾക്ക് സാഹിത്യവിദ്യ, മറ്റേ ഇയാളൊക്കെ പറയുന്നുണ്ട്, രാജശേഖരനൊക്കെ പറയണ സാഹിത്യവിദ്യയുടെ ഉള്ളിൽ നിന്ന് അയാൾക്ക് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ സാഹിത്യവിദ്യയുടെ പുറത്ത് പോയിട്ട് ചരിത്രത്തിൽ നിന്നോ സോഷ്യോളജിയിൽ നിന്നോ ആന്ത്രോപോളജിയിൽ നിന്നോ ഒക്കെ അതിൻ്റെ ഉത്തരം തേടി ആ ഉത്തരം കണ്ടെത്താവുന്ന വിധത്തിൽ പഠിക്കണ അതിനാണ് ഇൻ്റർ ഡിസിപ്ലിനറി സ്റ്റഡീസ് എന്ന് പറയുക. അല്ലാണ്ട് ഒരാൾ 50% സാഹിത്യവും 50% ഹിസ്റ്ററിയും പഠിച്ച് ഇത് രണ്ടും ഇല്ലാത്തൊരു സാധനം എഴുതി വെച്ചാൽ അത് ഇൻ്റർ ഡിസിപ്ലിനറി സ്റ്റഡീസ് ആവില്ല. ഇതിന് സഹായിക്കാൻ പറ്റും. ഇപ്പം ചരിത്രം പഠിക്കുന്നത് ചരിത്രബോധത്തോടു കൂടിയിട്ട് സാഹിത്യകൃതികൾ വായിക്കണതോ സാഹിത്യത്തിൻ്റെ ഭാവുകത്വം ഉപയോഗിച്ച് ചരിത്രം പഠിക്കണതോ ചെയ്യണതുകൊണ്ട് ചരിത്രവും സാഹിത്യവും കൂടുതൽ നന്നായി മനസ്സിലാവും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത്. പിന്നെ രണ്ടാമത്തത് ജനജീവിതം. ഈ സാഹിത്യകൃതികളിൽ നിന്ന് താഴേക്കിടയിലുള്ള ജനങ്ങളുടെ ജീവിതം അത് ഈ ഓഥറുടെ ലൊക്കേഷൻ അനുസരിച്ചിരിക്കും എന്നൊക്കെ ഇവർ പറയാറുണ്ട്. എന്താണ് വലിയ വാക്കുകളൊക്കെ ഉപയോഗിച്ച് പറയുകയെന്ന് വെച്ചാൽ ഈ ഓൺട്രോളജി എന്നൊക്കെ പറയണ അവ ഉപദ്രവങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പറയാം. പക്ഷെ അതേ സമയത്ത് തന്നെ
ചില സൈഡ് ലൈറ്റ്സ് കാണാൻ പറ്റും. ഞാൻ സംസ്കൃതത്തിൽ നിന്നല്ല, തമിഴിൽ നിന്നൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ പെരിയ പുരാണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൃതിയുണ്ട്, 63 ശിവഭക്തന്മാരുടെ കഥയാണ്. അതിൽ വളരെ പ്രസിദ്ധമായൊരു കഥയാണ് നന്ദനാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പറയൻ്റെ കഥയാണ്. ഈ പറയന് ചിദംബരത്ത് പോയിട്ട് ശിവനെ കാണണം, ശിവനെ തൊഴണം. എന്നാൽ പറ്റില്ല, കാരണം അന്ന് പണിയുണ്ട്, പണി മുടക്കി പോയാൽ പട്ടിണിയും. നാളെ പോവാം എന്ന് പറയും. എന്നിട്ട് തിരുനാളെ പോവാർ, നാളെ പോണ ആളെ എന്ന് പറഞ്ഞിട്ട് ഇയാളെ ആൾക്കാർ കളിയാക്കി വിളിക്കാൻ തുടങ്ങി. അതിൽ എന്നിട്ട് ആ കൂട്ടത്തിൽ ഇയാൾ ജീവിക്കണ ഗ്രാമത്തിൻ്റെ ഒരു ചിത്രം ഉണ്ടായില്ല. ആ ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ അന്നത്തെ ഈ താഴേക്കിടയിലുള്ള ജനങ്ങളുടെ ജീവിതവും ചിത്രവും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കും. വാസ്തവത്തിൽ പെരിയ പുരാണം എഴുതിയിട്ടുള്ള കവിക്ക് ശേഖിഴാർക്ക് ഇത്തരത്തിലുള്ള താഴേക്കിടയിലുള്ള ജനങ്ങളുടെ ജീവിതം ചിത്രീകരിക്കലായിരുന്നില്ല ഉദ്ദേശം. പക്ഷേ ഈ അൺഇൻറ്റൻഷനലായിട്ട് ഇത്തരത്തിൽ വാരണ ചിത്രങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതാണ് ഈ മറ്റേ പറയാറില്ലേ, ടെക്സ്റ്റ് ക്രിറ്റിസിസത്തിലൊക്കെ പറയാറില്ലേ, റീഡിങ് എ ടെക്സ്റ്റ് അഗൻസ്റ്റ് ഇറ്റ്സ് ഗ്രെയിൻ. അങ്ങനെ ഒരു ടെക്സ്റ്റിനെ അതിൻ്റെ ഗ്രെയിനിനെതിരായിട്ട് വായിക്കാൻ വന്നാൽ നമുക്കത് ഉണ്ടാക്കാൻ പറ്റും. ഇനി 3 മിനിറ്റും കൂടിയുണ്ട്. വേറെ ഏതെങ്കിലും ചോദ്യങ്ങൾ? എനിക്ക് ചോദിക്കാൻ ബാക്കിയുണ്ടായിരുന്ന ഒരു ചെറിയ ചോദ്യമുണ്ട്. പക്ഷേ അതായത് ഈ മിഥോളജിക്ക് വലിയൊരു പ്രാധാന്യം നമ്മൾ കൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഈ ചരിത്രത്തിൻ്റെ ഒരു പ്രാധാന്യം എന്താണ് ഈ സമകാലിക അന്തരീക്ഷത്തിൽ? അങ്ങനെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ബാക്കിയുണ്ടായിരുന്നു. അല്ല, അത് തന്നെയും ഓരോ മിത്തുകളുടെയും സാമൂഹ്യധർമ്മം, സോഷ്യൽ ഫങ്ഷൻ. മിത്തിനെ ആ അർത്ഥത്തിൽ എടുക്കരുത്, മഹാബലി അല്ലെങ്കിൽ പരശുരാമൻ എന്നുള്ള മാതിരി അങ്ങനെ എടുക്കരുത്. എന്താണ് പരശുരാമ കഥയുടെ സാമൂഹ്യധർമ്മം? പരശുരാമ കഥ ഇവിടെ എന്ത് നേടിയെടുത്തു, മഹാബലിയുടെ കഥ ഇവിടെ എന്ത് നേടിയെടുത്തു എന്നുള്ള തരത്തിൽ ആലോചിച്ചാൽ അത് ആവശ്യമാക്കി തീർത്തിട്ടുള്ള ഒരു സൊസൈറ്റിയെ പറ്റിയിട്ടും അത് ഉപയോഗിച്ചിട്ടുള്ള ഒരു ജനവർഗത്തിനെ പറ്റിയിട്ടും നമുക്ക് പഠിക്കാൻ പറ്റും. അല്ലാണ്ട് പരശുരാമൻ കൃത്യമായിട്ട് മഴവ് എറിഞ്ഞത് എവിടെ നിന്നിട്ടാണ്, എവിടെ ചെന്നിട്ടാണ് അത് വീണത് എന്ന് സർവേ ചെയ്യാൻ നിന്നാൽ അത് ചിലപ്പോൾ സംഗതി നടന്നില്ല എന്ന് വരും. അതേ സമയത്ത് തന്നെ ഇതിൻ്റെ സോഷ്യൽ ഫങ്ഷൻ ആലോചിച്ച് പോവുകയാണെങ്കിൽ, ഞാൻ കുറച്ച് ആലോചിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ആദ്യമായിട്ട് ഈ കഥ ഗുജറാത്തിലാണ് നമ്മൾ കാണുന്നത്. ഗുജറാത്തിൽ, മഹാരാഷ്ട്രത്തിൻ്റെ തീരത്ത്, കൊങ്കണ തീരത്ത്, കർണാടക തീരത്ത്, കേരളത്തിൽ. അപ്പം നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കഥ ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് പറ്റുന്നുണ്ട്. കഥയ്ക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം കഥ പറഞ്ഞുകൊണ്ട് നടക്കണവരുടെ മൈഗ്രേഷൻ, ഈ മൈഗ്രേഷൻ്റെ ഒരു സൂചന നമുക്ക് അതിൽ കാണാൻ പറ്റും. അല്ലാണ്ട് പരശുരാമൻ മഴ എറിഞ്ഞോ ഭൂമി ഉണ്ടാക്കിയോ എന്നുള്ളതല്ല നമ്മൾ ആലോചിക്കേണ്ടത്. ചോദ്യങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ മണിയുണ്ട്, ഒരു മിനിറ്റും കൂടി ഉണ്ട്. അപ്പെന്നാൽ നമുക്ക് അവസാനിപ്പിക്കാം. അങ്ങേറ്റം നന്ദി പറയേണ്ടത് DC ബുക്സിനോടും ഈ സാഹിത്യോത്സവം ഇവിടെ സംഘടിപ്പിച്ചവരോടും ഒക്കെ ആണെങ്കിലും ഞാൻ ആദ്യം നന്ദി പറയുന്നത് മനോജിനോടാണ്. ഇങ്ങനെ എന്നെ കാര്യമായിട്ട് കയറ്റി എഴുന്നള്ളിക്കുകയും മനോജ് യാതൊരു നിലയ്ക്കും ഇങ്ങനെ ചോദ്യം ചോദിക്കേണ്ട ആളല്ല, മനോജ് ഉത്തരം പറയേണ്ട ആളാണ്. അങ്ങനെ ഉത്തരം പറയാൻ നിൽക്കാതെ ചോദ്യം ചോദിക്കൽ മാത്രമായിട്ട് നിന്ന മനോജിനോടും പിന്നെ ഇതിൻ്റെ സംഘാടകന്മാരോടും ഒക്കെ നന്ദി പറയണം. നമസ്കാരം. ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.